ആദ്യം തന്നെ കോൺവെക്സ് ഫംഗ്ഷൻ്റെ 3 എക്സാമ്പിൾസ് ആണ് പറയുന്നത്. phi of x equal to x raised to p on 0 to infinity or p greater than or equal to 1. Phi of x equal to e raised to ax on interval minus infinity infinity. Phi of x equal to log of 1 by x on 0 infinity. ഈ 3 ഫങ്ഷൻസും കോൺവെക്സ് ആണ്. അപ്പോൾ കോൺവെക്സ് ഫങ്ഷൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഇത് കോൺവെക്സ് ആവണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ 3 ഫംഗ്ഷൻസിൻ്റെയും സെക്കൻഡ് ഡെറിവേറ്റീവ് എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്തത് ഒരു ലെമ്മയാണ്, ചോർഡൽ സ്ലോപ്പ് ലെമ്മ. ലെറ്റ് ഫൈ ബി കോൺവെക്സ് ഓൺ എ ബി. അപ്പോൾ ഒരു ഇൻ്റർവെൽ എ ബിയുടെ ഉള്ളിൽ ഫൈ കോൺവെക്സ് ആണ്. ഇഫ് x1 ലെസ് ദാൻ x2 ബിലോങ് ടു എ ബി. അപ്പോൾ എ ബി എന്ന് പറഞ്ഞൊരു രണ്ട് പോയിൻറ്റ്സിൻ്റെ ഉള്ളിൽ ഉള്ള 3 പോയിൻറ്റ്സാണ് x1 x2 എന്ന് പറഞ്ഞത്. അപ്പോൾ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ x1 ലെസ് ദാൻ x2 ആണ്. പിന്നെ പറയുന്നത് 3 പോയിൻറ്റ്സ് P1 P2. P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x phi of x1, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x phi of x, P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 phi of x2 ആണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സ്ലോപ്പ് ഓഫ് P1 P bar less than or equal to slope of P1 P2 bar less than or equal to slope of P P2 bar എന്നാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പിക്ചറായിട്ട് കൊടുത്തേക്കണേ. x1 ലെസ് ദാൻ x2 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു P1ഉം Pയും P2ഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ P1ഉം P2ഉം ജോയിൻ ചെയ്യണ ലൈനിൻ്റെ സ്ലോപ്പാണ് P1 P ബാർ എന്ന് പറയുന്നത്. Pയും P2ഉം ജോയിൻ ചെയ്യണ ലൈനിൻ്റെ സ്ലോപ്പാണ് P P2 ബാർ. അതുപോലെ P1ഉം P2ഉം ജോയിൻ ചെയ്യണ ലൈനിൻ്റെ സ്ലോപ്പാണ് P1 P2 ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഫൈ ഈസ് കോൺവെക്സ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ x1 ലെസ് ദാൻ x2 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഫൈ ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 മൈനസ് എക്സ് ബൈ x2 മൈനസ് x1 ഫൈ ഓഫ് x1 പ്ലസ് x മൈനസ് x1 ബൈ x2 മൈനസ് x1 ഫൈ ഓഫ് x2 എന്നാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ x2 മൈനസ് x1 കൊണ്ട് രണ്ട് സൈഡിലും ഈക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് x2 മൈനസ് x1 ഇൻറ്റു ഫൈ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ ടേമിൽ x2 മൈനസ് x1 ചെയ്യുമ്പോൾ അത് ക്യാൻസലായി പോകും. അതുപോലെ ഈ ടേമിലും x2 മൈനസ് x1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് ബാക്കി കിട്ടണത് x2 മൈനസ് എക്സ് ഫൈ ഓഫ് എക്സ് പ്ലസ് എക്സ് മൈനസ് x1 ഫൈ ഓഫ് x2 എന്നാണ്. ഇനി ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ x2 മൈനസ് x1 ഫൈ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള ഭാഗമാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ x2 മൈനസ് ഫൈ ഓഫ് x1 മൈനസ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് x1 പ്ലസ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് x2 മൈനസ് x1 ഇൻറ്റു ഫൈ ഓഫ് x2. ഇതിൽ ഈ രണ്ട് ടേം കൺസിഡർ ചെയ്യുക. മൈനസ് എക്സ് ഫൈ ഓഫ് x1 പ്ലസ് എക്സ് ഫൈ ഓഫ് x2. ഇതിൽ രണ്ടിലും എക്സ് കോമൺ ആണ്. അപ്പോൾ നമ്മൾ എക്സ് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, എക്സ് ഇൻറ്റു ഫൈ ഓഫ് x2 മൈനസ് ഫൈ ഓഫ് x1 എന്ന് കിട്ടും. അതുപോലെ നമ്മൾ രണ്ട് ടേം, ഒരു ടേം ആഡ് ചെയ്യുക, ആ ടേം സബ്സ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ആഡ് ചെയ്യണത് x1 ഫൈ ഓഫ് x1 എന്ന് പറഞ്ഞൊരു ടേമാണ്. അപ്പോൾ ഈ ടേം തന്നെ സബ്സ്ട്രാക്ട് ചെയ്യും. മൈനസ് x1 ഫൈ ഓഫ് x1 ഈക്വൽ ടു ബാക്കിയുള്ള ടേം x1 ഫൈ ഓഫ് x2. ഇവിടെ ഈ x2 ഫൈ ഓഫ് x1ലും x1 ഫൈ ഓഫ് x1ലും കോമൺ ആയിട്ടുള്ള ടേമാണ് ഫൈ ഓഫ് x1 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫൈ ഓഫ് x1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x2 മൈനസ് x1 ഇൻറ്റു ഫൈ ഓഫ് x1 മൈനസ് ഇനി ബാക്കിയുള്ള രണ്ട് ടേമാണ് x1 ഫൈ ഓഫ് x2ഉം x1 ഫൈ ഓഫ് x1ഉം. അപ്പോൾ ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ള ഇത് x1 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മൈനസ് x1 പുറത്തേക്ക് എടുക്കുകയാണ്. മൈനസ് x1 പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താണ്, ഫൈ ഓഫ് x2, ഇവിടുത്തെ മൈനസ് പോകുമ്പോൾ ഇത് പോസിറ്റീവ് ആവും. ഫൈ ഓഫ് x2 മൈനസ് ഫൈ ഓഫ് x1 എന്ന് കിട്ടും. ബാക്കിയുള്ള ഈ ടേം എഴുതുക, പ്ലസ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് x2 മൈനസ് ഫൈ ഓഫ് x1. ഇനി നമ്മൾ ഈ x2 മൈനസ് x1 ഫൈ ഓഫ് x1 എന്ന് പറഞ്ഞ ടേം ഈ ഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ടേം ആയതുകൊണ്ട് ഈ ഇക്വാലിറ്റിയുടെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതൊരു നെഗറ്റീവ് ആവും. അപ്പോൾ നമുക്ക് x2 മൈനസ് x1 ഫൈ ഓഫ് എക്സ് മൈനസ് x2 മൈനസ് എക്സ് ഫൈ ഓഫ് x1 എന്ന് കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെയുള്ള ബാക്കി രണ്ട് ടേമാണ് ഇത്, മൈനസ് x1 ഫൈ ഓഫ് x2 മൈനസ് ഫൈ ഓഫ് x1 പ്ലസ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് x2 മൈനസ് ഫൈ ഓഫ് x1. ഇതിൽ കോമൺ ആയിട്ടുള്ളത് എന്താണ്, ഫൈ ഓഫ് x2 മൈനസ് ഫൈ ഓഫ് x1 രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പം നമുക്ക് എന്ത് കിട്ടും, എക്സ് മൈനസ് x1 ഇൻറ്റു ഫൈ ഓഫ് x2 മൈനസ് ഫൈ ഓഫ് x1 എന്ന് കിട്ടും.
ഇനി ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇനീക്വാലിറ്റി കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഇതിൽ x2 മൈനസ് x1 ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ x2 മൈനസ് x1 ആയിട്ട് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇൻറ്റു 5(x) മൈനസ് 5(x1) ലെസ് ദാൻ ഓർ ഈക്വൽ ടു x മൈനസ് x1 ഇൻറ്റു 5(x2) മൈനസ് 5(x1) എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. ഇതിൽ നമ്മൾ ഈ x2 മൈനസ് x1നെ ഈ ഇക്വാലിറ്റിയുടെ റൈറ്റിക്കും x മൈനസ് x1നെ ഈക്വാലിറ്റിയുടെ ലെഫ്റ്റിക്കും കൊണ്ടുവരാണ്. അപ്പോൾ 5(x മൈനസ് 5(x1) ബൈ x മൈനസ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5(x2 മൈനസ് 5(x1) ബൈ x2 മൈനസ് x1. 5(x മൈനസ് 5(x1) ബൈ x മൈനസ് x1 ആണ് സ്ലോപ്പ് ഓഫ് P1 P ബാർ എന്ന് പറയുന്നത്. അതുപോലെ 5(x2 മൈനസ് 5(x1) ബൈ x2 മൈനസ് x1 ആണ് സ്ലോപ്പ് ഓഫ് P1 P2 ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് കിട്ടി? സ്ലോപ്പ് ഓഫ് P1 P ബാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് P1 P2 ബാറിന് കിട്ടി. ഇനി വീണ്ടും നമ്മൾ ഇക്വേഷൻ 1 കൺസിഡർ ചെയ്യാണ്. ഇക്വേഷൻ 1 ആണ് x2 മൈനസ് x1 5(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 മൈനസ് x 5(x1) പ്ലസ് x മൈനസ് x1 5(x2). നമ്മൾ നേരത്തെ ആഡ് ചെയ്തത് x1 5(x1) ആഡ് ചെയ്യുകയും ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അതുപോലെ നമ്മൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യണത് സബ്സ്ട്രാക്ട് ചെയ്യണതും x2 5(x2) എന്ന് പറഞ്ഞ ടേംസ് ആണ്. അപ്പം അതിൽ x2 മൈനസ് x 5(x1) എന്ന് പറഞ്ഞ ടേം അങ്ങനെ തന്നെ നമ്മൾ വയ്ക്കുകയാണ്. ബാക്കി ഈ ടേമുകൾ ഇവിടെ x ഇൻറ്റു 5(x2) വരും, പിന്നെ ഒരു മൈനസ് x1 ഇൻറ്റു 5(x2) വരും. പിന്നെ നമ്മൾ ആഡ് ചെയ്യാണ് ഒരു x2 ഇൻറ്റു 5(x2) ആഡ് ചെയ്യും, ഒരു x2 ഇൻറ്റു 5(x2) മൈനസ് ചെയ്യും. ഇനി കോമൺ ആയിട്ടുള്ളതൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ്. ഈ രണ്ട് ടേമിൽ 5(x2) കോമൺ ആണ്. അപ്പോൾ ഈ 5(x2) പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഓഫ് x2 മൈനസ് x 5(x2) എന്ന് കിട്ടും. അതുപോലെ ഈ രണ്ട് ടേമിലും 5(x2) കോമൺ ആണ്. അതിൽ നിന്ന് നമ്മൾ 5(x2) എടുക്കുമ്പോൾ x2 മൈനസ് x1 5(x2) കിട്ടും. നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത് ടേം ഈ ടേമാണ്, x2 മൈനസ് x1 5(x2) എന്ന് പറഞ്ഞ ടേമാണ് നമ്മൾ ഈക്വാലിറ്റിയുടെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഈക്വാലിറ്റി x2 മൈനസ് x1 5(x) മൈനസ് x2 മൈനസ് x1 5(x2) ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബാക്കി ഇവിടെയുള്ള ഈ ടേമിൽ x2 മൈനസ് x എന്ന് പറഞ്ഞത് കോമൺ ആണ്. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ x2 മൈനസ് x ഇൻറ്റു 5(x1) മൈനസ് 5(x2) എന്ന് കിട്ടും. ഇനി ഈ ടേമിൽ x2 മൈനസ് x1 കോമൺ ആണ്. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈക്വാലിറ്റി x2 മൈനസ് x1 ഇൻറ്റു 5(x) മൈനസ് 5(x2) ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 മൈനസ് x ഇൻറ്റു 5(x1) മൈനസ് 5(x2). ഇനി ഈ ഇക്വാലിറ്റിനെ നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വാലിറ്റി നേരെ തിരിച്ചാവും. അപ്പോൾ ഈ ടേം നമുക്ക് ഫസ്റ്റ് ടേം ആയിട്ട് എഴുതാം. അപ്പോൾ x2 മൈനസ് x ഇൻറ്റു മൈനസ് കൊണ്ട് സൈൻ ചെയ്ത കാരണം നമ്മൾ 5(x2) മൈനസ് 5(x1) വന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 മൈനസ് x1 ഇൻറ്റു 5(x2) മൈനസ് 5(x1 എന്ന് വന്നു. ഇനി x2 മൈനസ് x3നെ ഈക്വാലിറ്റിയുടെ റേറ്റിക്ക് കൊണ്ടുപോകണു, x2 മൈനസ് x1നെ ഈക്വാലിറ്റിയുടെ റേറ്റിക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് 5(x2) മൈനസ് 5(x1) ബൈ x2 മൈനസ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5(x2) മൈനസ് 5(x1) ബൈ x2 മൈനസ് x2 x1 കിട്ടും. അപ്പോൾ 5(x2) മൈനസ് 5(x1) ബൈ x2 മൈനസ് x1 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് P1 P2 ബാറാണ്. അതുപോലെ 5(x2) മൈനസ് 5(x1) ബൈ x2 മൈനസ് x1 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് P2 ബാർ എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്ലോപ്പ് ഓഫ് P1 P2 ബാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് P2 ബാറിന് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് നേരത്തെ എന്ത് കിട്ടിയായിരുന്നു? സ്ലോപ്പ് ഓഫ് P1 P ബാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് P1 P2 ബാറിന് കിട്ടിയായിരുന്നു. ഇപ്പം നമുക്ക് സ്ലോപ്പ് ഓഫ് P1 P2 ബാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് P2 ബാറിന് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് സ്ലോപ്പ് ഓഫ് P1 P ബാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് P1 P2 ബാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് P2 ബാറിന് കിട്ടും. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൂഫ് കഴിഞ്ഞു. അടുത്തത് ഒരു ലെമ്മയാണ്. ലെമ്മയുടെ ഡെഫിനിഷൻ മാത്രം ഉള്ളൂ. ലെറ്റ് phi be a convex function of AB. Then phi has left hand and right hand derivative at each point x element of AB. അപ്പോൾ phi ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണ് എ ബിയിൽ. അപ്പോൾ ഫൈക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഉണ്ടാവും, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. ഏതൊരു പോയിന്റ് എ ബിയിൽ എടുത്താലും ഫൈക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഉണ്ടാവും. Moreover, for point UV in AB with the U less than V, these one side derivative satisfy the following inequality. അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ്സ് എടുക്കുകയാണ് എ ബിന്ന്. യുവും വി ആണ് രണ്ട് പോയിന്റ്സ്. യു ലെസ് ദാൻ വി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഇനിക്വാലിറ്റി
സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കുന്നത്. ഫൈ ഡാഷ് ഓഫ് u minus less than or equal to phi dash of u plus less than or equal to phi of v minus phi of u by v minus u less than or equal to phi dash of v minus less than or equal to phi dash of v plus.